ഹായ് ഓൾ, ഏണച്ച് കടവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ഗവൺമെന്റ് അധ്യാപന ജോലിയുടെ ധാരാളം നോട്ടിഫിക്കേഷൻ ഉടൻ വരികയാണ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ വ്യത്യസ്ത യോഗ്യതകൾ ഉള്ളവരുണ്ട്. അതിൽ തന്നെ ഡിപ്ലോമയുണ്ട്, ബിടെക് ഉണ്ട്, എംടെക് ഒക്കെ ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയ മേഖലയിൽ വരുന്നവരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? പൊതുവെ സ്വകാര്യ മേഖലയിൽ IT സെക്ടറിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. വളരെ മികച്ച ഒരു മേഖലയാണ്. ഇന്ന് ഇന്ത്യ വളരെയധികം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സർവീസ് സെക്ടർ കൂടിയാണ് ഈ പറയുന്ന IT എന്ന് പറയുന്നത്. പക്ഷേ ഈ മേഖലയിൽ ഉള്ള ചില വെല്ലുവിളികൾ നമ്മൾ കാണാതെ പോകരുത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ്. അതായത് ഗ്ലോബൽ ഫിനോമിനയിൽ ഉണ്ടാവുന്ന ഏത് മാറ്റവും നേരിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് IT സെക്ടർ. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു ഗവൺമെന്റ് മേഖലയിലേക്ക് വരുന്ന ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ആദ്യമായിട്ട് ജോബ് സെക്യൂരിറ്റി തന്നെയാണ്. അതായത് നിങ്ങൾ സർവീസിൽ കയറുന്ന സമയം മുതൽ റിട്ടയർമെന്റ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഏതാണ്ട് സ്റ്റേബിൾ ആയിട്ട് ഉയരുന്ന ഒരു അവസ്ഥ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ തന്നെ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അഷ്വറൻസ് ആണ്. ഒരു കാരണവശാലും നിങ്ങളുടെ ജോലി ഒരു മേഖലയിലും ഒരു ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുകയില്ല, റിട്ടയർമെന്റ് വരെ. പിന്നീട് രണ്ടാമത് റിട്ടയർമെന്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനുകളാണ്. ഒപ്പം റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഗവൺമെന്റ് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. പെൻഷന്റെ കോണ്ടസ്റ്റിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതിന് അതേ ഈക്വലൻസിയിൽ തന്നെ ഗവൺമെന്റ് സർവീസിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനിയും ഇതിനെല്ലാം ഉപരിയായിട്ട് ഇവിടെ കിട്ടുന്ന ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ ബേസിലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രഷർ ഓറിയന്റഡ് ബേസിലോ അല്ല ജോലി ചെയ്യേണ്ടത്. മറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളോടൊപ്പം പുതിയൊരു ജനറേഷനെ സൃഷ്ടിക്കുന്ന ഏറ്റവും ക്രിയേറ്റീവ് ആയ ഒരു വേൾഡിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. മാത്രവുമല്ല, അവിടെ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശനി ഞായറും ഒക്കെ അവധി ഉണ്ടാവും. അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേസും ഒക്കെ കിട്ടുകയും ഒപ്പം ഫാമിലിക്കൊപ്പം ഒരു കംഫർട്ടബിൾ ലൈഫും നിങ്ങൾക്ക് കിട്ടുമെന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട പ്രധാന ടീച്ചിങ് ജോബുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഡിപ്ലോമ ലെവലിൽ വരുന്ന പോസ്റ്റുകളാണ്. അതിൽ പ്രധാനമായിട്ടും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡ്രാഫ്റ്റ്മാൻ എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പോസ്റ്റാണ്. ഇത് പൊതുവെ നിയമനം വരുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലാണ്. പോളിടെക്നിക് കോളേജുകൾ, അതുപോലെയുള്ള കോളേജുകൾ, സ്കൂളുകൾ, ടെക്നിക്കൽ സ്കൂളുകൾ, ഇവിടെയൊക്കെ ചെയ്യുന്ന ജോലികൾ ഏറെക്കുറെ സിമിലർ ആണ്. നിങ്ങൾ സഹകരിക്കുന്ന കുട്ടികളുടെ മാത്രം ഏജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ടെക്നിക്കൽ സ്കൂളിലേക്ക് വരുമ്പോൾ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. ഡിപ്ലോമ എന്ന് പറയുന്ന ഒരു ഏജിലേക്ക് എത്തുമ്പോൾ അവിടെ 10ാം ക്ലാസ്സിന് ശേഷം വരുന്ന കുട്ടികളോ +2 ശേഷം വരുന്ന കുട്ടികളോ ആയിരിക്കും. ഇനി കോളേജുകളിലേക്ക് എത്തുമ്പോൾ BSc പോലെയുള്ള സബ്ജക്റ്റുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള എയ്ഡ് ആൻഡ് അഡ്വൈസ് കൊടുക്കുന്ന സെയിം ഒരു അധ്യാപകന്റെ റോള് തന്നെയായിരിക്കും. കൂടുതലും നിങ്ങൾ ഡ്രാഫ്റ്റ്മാൻ എന്ന റോളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന റോളിലോ ഒക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ അട്രാക്റ്റഡ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയ ഒരു ജോലിയാണ്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമ മാത്രമാണ്. എന്നാൽ ഡിപ്ലോമ ഉള്ളവർക്കും ബിടെക് ഉള്ളവർക്കും എംടെക് ഉള്ളവർക്കും ഒക്കെ ഒരു ഇക്വലൻസിയോ ഹയറോ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ലെവലിൽ വരുന്ന ഒരു പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ബിടെക് ലെവലിലാണെങ്കിൽ പോലും നിങ്ങൾ അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലാണ്. ഇവിടെ അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ബിടെക് ആണ്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇവിടെ ബിടെക് യോഗ്യതയുള്ള നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി AICTE നിലവാരത്തിലാണ്. അതായത് ഒരു കോളേജ് അധ്യാപകന് കിട്ടുന്ന അതേ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. അതുപോലെയുള്ള എല്ലാ പോസിറ്റീവായുള്ള സാഹചര്യങ്ങളും കിട്ടുന്നുണ്ട്. മാത്രവുമല്ല, ഒരു എംപ്ലോയ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജനറേഷനെ സൃഷ്ടിക്കാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ ഈ ഒരു പോസ്റ്റിന്റെ പ്രത്യേകതയാണ്. ഓർക്കുക, ആദ്യത്തേതിൽ നിങ്ങൾ ഒരു ഇൻസ്ട്രക്ടർ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ്മാൻ എന്ന രീതിയിലോ ആണ് നിൽക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പോളിടെക്നിക് ലെക്ചറർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. മാത്രമല്ല, അവിടെ നിങ്ങളുടെ കരിയറിനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. ബിടെക്കുകാർക്ക് അല്ലെങ്കിൽ എംടെക്കുകാർക്ക് PhD അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് ഈ ഒരു മേഖലയിൽ തറവായിട്ടുള്ള ഒരു ഡെപ്ത് നോളജ് ഉണ്ടാക്കാനും കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ചൊരു റിഫോർമേഷനും സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറയുന്ന പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഏറെ അട്രാക്ഷൻ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. അത് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു തസ്തികയിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ യോഗ്യത പൂർണ്ണമായിട്ട് മാറും. എംടെക് അടിസ്ഥാന യോഗ്യതയായിട്ട് വരുന്ന ഒരു എക്സാമിനേഷൻ ആണ്. കേരളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിലും ഗവൺമെന്റ് കോളേജുകളിലും അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ നിയമിക്കപ്പെടുന്നത്. അവിടെ നമ്മൾ ബിടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മുകളിലേക്ക് വരുന്നത്. മാത്രമല്ല, ബിടെക് എംടെക് പോലെയുള്ള കുട്ടികൾക്ക് ഗൈഡൻസും ചെയ്യേണ്ടുന്ന
വളരെ റെസ്പോൺസിബിൾ ആയ ഒരു പോസ്റ്റിലേക്ക് വരുന്നു. മാത്രമല്ല നാളത്തെ ടാലന്റുകളെ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എവിടെയാണ് വരുന്നത്. എന്നാൽ കുട്ടികൾക്കൊപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇടപഴകി നിങ്ങളുടെ ഫാമിലിയോടൊപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ട് സമയം ചെലവഴിച്ചുകൊണ്ടൊക്കെ ജോലി ചെയ്യാം. ഇവിടേക്കൊക്കെ വരുമ്പോൾ സാലറി നോക്കണം, AICT നിലവാരത്തിലാണ്. ഒരു മാസം ഏതാണ്ട് 1 ലക്ഷം മുതൽ 2 ലക്ഷം വരെയൊക്കെ സാലറി കിട്ടുന്ന ഉയർന്ന സാലറി തന്നെയായിരിക്കും നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാലറിയുടെ ബേസിൽ നോക്കിയാലും അത്യാവശ്യം മോശമല്ലാത്ത ശമ്പളം കിട്ടും. ജോബ് സെക്യൂരിറ്റിയിലും നിങ്ങൾ സെക്യൂർഡ് ആണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ലൈഫിനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 3 പോസ്റ്റുകളിലാണ് PSC ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾ പലപ്പോഴും പല മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ടായിരിക്കും, ഉയർന്ന ശമ്പളമായിരിക്കും, എന്നാൽ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി അവിടെ കിട്ടണമെന്നില്ല. അതിനുള്ള ഒരു സുവർണ്ണ അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന്റെ കുറച്ച് സമയം മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ 3 എക്സാമിനേഷനും ഇതിനു മുമ്പ് നടന്നതിന്റെ മാനദണ്ഡത്തിൽ എങ്ങനെയായിരിക്കും എക്സാമിനേഷൻ എന്നും നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ അറ്റൻഡ് ചെയ്ത് സ്കോർ അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ആദ്യമായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഡിപ്ലോമ യോഗ്യതയായിട്ട് വരുന്നതാണ്. ഇതിനു മുമ്പ് 2022 നോട്ടിഫിക്കേഷൻ വന്നത്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, അതിന്റെ സാലറി എന്ന് പറയുന്നത് 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന ഉയർന്ന സാലറിയാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള പഴയ പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ പ്രായപരിധി 40 ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനിയും ഇതിന്റെ അന്നുണ്ടായിരുന്ന എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്ക് 53.67 മാർക്ക് മാത്രമായിരുന്നു. അന്ന് ഈ ഒരു എക്സാമിനേഷനിൽ 45 പേർക്കാണ് അഡ്വൈസ് പോയത്. 53 പേരടങ്ങുന്ന ലിസ്റ്റാണ്. ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോഴേക്കും ഒരുപക്ഷെ ഈ ലിസ്റ്റിലെ മുഴുവൻ ആൾക്കാർക്കും കേരള PSC അഡ്വൈസ് കൊടുക്കാനാണ് സാധ്യത. ഇതിന്റെ DOEയുടെ ഡേറ്റ് വന്നത് 2024 കൃത്യം 3 വർഷം തികയുമ്പോൾ, അതായത് 7/9/2024 തുടങ്ങി കൃത്യം 3 വർഷം തികയുമ്പോൾ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നതാണ്. രണ്ടാമത്തെ തസ്തിക എന്ന് പറയുന്നത് പോളിടെക്നിക് കോളേജുകളിലേക്ക് വരുന്ന ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. നമ്മുടെ കേരളത്തിലെ വിവിധ ഡിപ്ലോമ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളിലേക്കാണ് ഇവിടെ നിയമനം നടക്കുന്നത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് 2021 ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ BTechന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനിയും ഇതിന്റെ സ്കെയിലും AICT നിലവാരത്തിൽ തന്നെയാണ്. ഇതിന്റെ ഏജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 39 വയസ്സ് വരെയായിരുന്നു അപേക്ഷിക്കാവുന്നത്. എന്നാൽ ഇപ്പോഴത് 44 ആയിട്ട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയും രണ്ടാമത് ഓർത്തിരിക്കേണ്ടത് ഇതിന്റെ കട്ട് ഓഫ് മാർക്കാണ്. കഴിഞ്ഞ തവണ നടന്ന പരീക്ഷയ്ക്ക് കേവലം 36.67 മാർക്ക് മാത്രമേ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളൂ. മാക്സിമം സ്കോറായിട്ട് 59.33 മാർക്കും വന്നിട്ടുണ്ട്. അന്ന് ഇതിൽ നിന്ന് പോയിരിക്കുന്ന അഡ്വൈസ് 92 പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 162 പേരുമുണ്ട്. ഇനിയും അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് നിയമനം വരുന്നത്. ഏറ്റവും വലിയ തസ്തികയാണ്. വളരെ ഉയർന്ന പദവികളിലേക്ക് എത്തുന്ന പ്രൊഫസർ, HOD പോലുള്ള വലിയ പോസ്റ്റുകളിലേക്കൊക്കെ ഉയരുന്ന ഒരു തസ്തിക കൂടിയാണ്. ഇതിന് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BTechും MTechും നമ്മൾ ഈ കൺസേൺഡ് സ്ട്രീമിൽ നിന്ന് കരസ്ഥമാക്കിയിരിക്കണം. വളരെ വലിയ ഒരു പെർസെന്റേജ് ഓഫ് മാർക്ക്, 60% കുറയാത്ത മാർക്ക് നമുക്ക് ഉണ്ടായിരിക്കണം. ഇവിടുത്തെയും സാലറി സ്കെയിൽ എന്ന് പറയുന്നത് AICT ലെവൽ തന്നെയാണ്. 57,700 സ്റ്റാർട്ടിംഗ് സാലറി തന്നെ. പക്ഷേ ഇൻ ഹാൻഡ് വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന്റെയും അപേക്ഷിക്കാനുള്ള പ്രായപരിധി 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. ഈ ഒരു പ്രായപരിധിയിൽ ഇപ്പോൾ മാറ്റം വന്നു. ഇപ്പോഴത്തെ നിലവിലെ പ്രായപരിധി 44 വയസ്സ് വരെയാണ്. ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നോക്കാം. നേരത്തെ നടന്ന എക്സാമിനേഷന് 50.67 മാർക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നു. ടോട്ടൽ അഡ്വൈസിൽ നിന്ന് പോയിരിക്കുന്നത് 20 പേർക്കാണ് എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന, അത്യാവശ്യം നല്ല പ്രൊഫൈൽ കിട്ടുന്ന ഒരു പോസ്റ്റാണ്. ഒരു കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തന്നെ നിങ്ങളുടെ കരിയറിന് വളരെയധികം മാറ്റം നൽകുവാനും സൊസൈറ്റിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുവാനും ഒക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സർക്കാർ ജോലി എന്നുള്ളത്. അപ്പോൾ ഈ 3 പരീക്ഷയ്ക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കുന്നതിനും ഇനിയുള്ള സമയം, അതായത് നിങ്ങളുടെ പഠനത്തിനോടൊപ്പം തന്നെ ചുരുങ്ങിയ ഒരു സമയം മാറ്റി വെച്ചുകൊണ്ട് ഡെഡിക്കേറ്റ് ചെയ്ത് തയ്യാറെടുത്താൽ ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാവുന്നതാണ്. ഏണസ്റ്റ് അക്കാഡമിയിൽ 3 കോഴ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 കോഴ്സുകളെ പറ്റി അറിയുന്നതിനും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടും വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.